അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. കുടുംബ ബന്ധത്തെക്കാളൊക്കെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ബന്ധമാണ് സൗഹൃദ ബന്ധം. സുഹൃബന്ധം എന്നുള്ളത് അത് പരസ്പരം സ്നേഹിക്കാനും നന്മകൾ കൈമാറാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ എത്തിക്കാനുമൊക്കെ വലിയ നിരക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ആ ഒരു സുഹൃബന്ധത്തെ എപ്പോഴും നാം കാത്തു സൂക്ഷിക്കണം. അതിന് വിള്ളലേൽക്കുന്ന, അതിന് പ്രയാസങ്ങൾ വരുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. ഒരു പക്ഷേ നമ്മൾ തമാശ ആയിക്കൊണ്ടായിരിക്കാം നമ്മുടെ സുഹൃത്തിനെ പ്രാങ്ക് ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് അദ്ദേഹം വലിയ വിഷമങ്ങൾ, വലിയ പ്രയാസങ്ങൾ നേരിടുന്നുണ്ടാകാം. മാനസികമായി വലിയ ടെൻഷനുകൾ അദ്ദേഹത്തിന് ഒരല്പസമയമാണെങ്കിലും അദ്ദേഹം അത് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം നമുക്ക് അനുവദിച്ചു തരുന്നില്ല. ഇപ്പോൾ ആധുനിക ലോകത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെയൊക്കെ ചാനലുകൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി പലരെയും പല നിലക്കും പറ്റിക്കുന്ന, അതല്ലെങ്കിൽ പരിഹസിക്കുന്ന, അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന ധാരാളം സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇസ്ലാം അത് നമുക്ക് അനുവദിക്കാത്തത് കൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഹബീബായ സയ്യിദുൽ വജൂദ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. മുത്തുനബി തങ്ങൾ പറയാണ്, ലാ യഅഖുദന്ന അഹദുക്കും മതാഅ അഖീഹി. നിങ്ങളിൽ ഒരാളും തൻ്റെ സഹോദരൻ്റെ, തൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വസ്തു അതെടുത്ത് ഒളിപ്പിച്ചു വെക്കാൻ പാടില്ല. എങ്ങനെ? ലാഇബൻ വലാ ജാദൻ. അതൊരു തമാശയായിട്ട്, ഒരു രസമായിട്ട് ചെയ്തതാണ്, അങ്ങനെയും ചെയ്യാൻ പാടില്ല. വലാ ജാദൻ, അത് മനഃപൂർവ്വം കൽപ്പിച്ചുകൂട്ടി അത് അദ്ദേഹത്തിൻ്റെ വസ്തു എടുത്തുകൊണ്ട് പോവുക, കളവ് നടത്തുക, അതും ചെയ്യാൻ പാടില്ല. രണ്ടും പാടില്ല. തമാശയായിട്ടും പാടില്ല, മറ്റു കാര്യമായിട്ടും പാടില്ല. കാരണം അത് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തലാണ്, അദ്ദേഹത്തെ അത് വിഷമിപ്പിക്കലാണ്. ഒരു അല്പസമയമാണെങ്കിൽ തന്നെയും അദ്ദേഹത്തെ അത് പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും തൻ്റെ കൂട്ടുകാരനെ വിഷമിപ്പിക്കുക എന്നുള്ളത് പാടില്ല എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയാം. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞതായി കാണാൻ കഴിയും, ഈ നിങ്ങൾ തൻ്റെ കൂട്ടുകാരന് ചെറിയൊരു വടിയാണ് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എടുത്തിട്ടുള്ളെങ്കിലും അത് തിരിച്ചു കൊടുത്തുകൊള്ളണം. ഒരിക്കലും അതിൻ്റെ പേരിൽ അദ്ദേഹം വിഷമിക്കുന്ന, ഒരു പ്രയാസപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പല പള്ളികളിലും അതില്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. തൻ്റെ കൂട്ടുകാരനെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറി ചെന്നിട്ടുണ്ട്. അദ്ദേഹം അയച്ചു വെച്ച അദ്ദേഹത്തിൻ്റെ ഷൂ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് അദ്ദേഹം വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുക. നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് വന്ന് ചെരുപ്പ് തിരഞ്ഞുമ്പോൾ ഒളിഞ്ഞു നിന്നുകൊണ്ട് ചിരിക്കുക, അതല്ലെങ്കിൽ അദ്ദേഹത്തെ തമാശയായി അത്തരം പ്രവർത്തനങ്ങൾ കാണിച്ച് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുക. ഇതൊന്നും ഒരിക്കലും ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് പ്രത്യേകം നാം ഓർക്കണം. കഴിയുന്ന സഹകരണങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് സുഹൃബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതിരുന്നാൽ ചെറിയ തമാശ കാരണം ഒരുപക്ഷെ അത് വലിയ വഴക്കിലേക്കും അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് വരെ അത് കാരണമായി തീർന്നേക്കാം. അത് നമ്മളാൽ അത്ര ഒരു പ്രശ്നങ്ങൾ, ഒരു പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അർഹമുർ റഹീമായ റബ്ബ് എല്ലാവർക്കും നന്മ ചെയ്യുന്ന, നല്ലത് ചിന്തിക്കുന്ന ഒരു മനസ്സും തൗഫീഖും അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.